മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിന്റെ ഫോർത്ത് ഷെഡ്യൂളിലെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ കോമ്പറ്റീഷൻസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ജഡ്ജ് കം ഗസ്റ്റ് ശ്രീ തലശ്ശേരി എ ഉമ്മ സാറിനെ സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിന്റെ ഈ എപ്പിസോഡിൽ ആദ്യമായി കെസ് പാട്ടിന്റെ സൗന്ദര്യവുമായി ഇശൽ മികവ് റൗണ്ടിൽ നമുക്ക് മുന്നിൽ എത്തുന്നു ഫാത്തിമ ഫിദ. രക്ഷകൻ മലിക്കുൽ ജബ്ബാറായവൻ അല്ലാഹു ആദിയിൽ ഭൂവിലയച്ചൊരു ദൂത് ആദം നബിയാണി മാനവർക്കൊക്കെ ഭാവയവർക്കിണ ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് ആലം മർവാഹൊക്കെ തീർത്ത് ഭരിച്ച് നയിച്ചിടും രക്ഷകൻ മലിക്കുൽ ജബ്ബാറായവൻ അല്ലാഹു ആദിയിൽ ഭൂവിലയച്ചൊരു ദൂത് ആദം നബിയാണി മാനവർക്കൊക്കെ ഭാവയവർക്കിണ ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് രക്ഷകൻ മലിക്കുൽ ജബ്ബാറായവൻ അല്ലാഹു ആദിയിൽ ഭൂവിലയച്ചൊരു ദൂത് ആദം നബിയാണി മാനവർക്കൊക്കെ ഭാവയവർക്കിണ ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് ദാവൂദും രാജസുലൈമാനും ഇല്യാസും കലിമ ഷഹാദത്തിൻ മധു തന്നെ കരുണുകൾ ഈമാൻ നൊട്ടി നുഴഞ്ഞ് ആലം മർവാഹൊക്കെ തീർത്ത് ഭരിച്ച് നയിച്ചിടും രക്ഷകൻ മലിക്കുൽ ജബ്ബാറായവൻ അല്ലാഹു ആദിയിൽ ഭൂവിലയച്ചൊരു ദൂത് ആദം നബിയാണി മാനവർക്കൊക്കെ ഭാവയവർക്കിണ ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ് ഹൗവ ബീവി അൻഹാർ റളിയല്ലാഹ്
ഫിദക്കുട്ടി നന്നായിട്ട് പാടിയോ? കുഴപ്പമില്ലാണ്ട് പാടി. ഇശൽ മികവിലെ പെർഫോമൻസ് ആയിരുന്നു അത് അല്ലേ? ശരിക്കും നല്ല താളമുള്ളൊരു പാട്ട്, പ്രത്യേക ഒരു താളമുള്ളൊരു പാട്ട്. ഇങ്ങനെ കേട്ടപ്പോൾ തോന്നി ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പെറുക്കി എടുത്ത് വയ്ക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഇങ്ങനെ നല്ല ഒരു ഫ്ലോ ഉണ്ടായിരുന്നു പാട്ടിന്. ശരിക്കും മോള് നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഇശൽ കിസ സാറിനോട് ചോദിച്ചു നോക്കാം. ഫൈസൽ സർ, ഫാത്തിമ, ഫിദ, ഇത് സ്റ്റേജിലൊക്കെ നന്നായിട്ട് പാടിയ ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് നന്നായി. മികവ് എന്ന് പറയുന്ന, പാടി ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു പാട്ട് എന്ന രൂപത്തിൽ നമുക്കിത് കാണാവുന്നതാണ്. OM കരുവാരക്കുണ്ട് എഴുതി ചാന്ദ് പാഷയാണ് ഇത് സംഗീതം ചെയ്തത്. ചാന്ദ് പാഷയുടെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ 14 ലെവൽ പാടിയിട്ടുണ്ട്. നല്ല ഒരു സ്വന്തമായ ശൈലിയിൽ സംഗീതം ചെയ്യുന്ന ഒരു വ്യക്തിത്വമുള്ള സംഗീത സംവിധായകൻ, സ്വന്തമായ ഒരു ശൈലിയുള്ള സംഗീത സംവിധായകനായിരുന്നു. മൂവാറ്റുപുഴ നിസമ്മോൾ എന്ന പ്രശസ്തയായ ഗായികയാണ് ഇത് പാടിയത്. സ്റ്റേജിലൊക്കെ ഒരുപാട് അവർ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും ആളുകൾ ഓപ്പണിംഗ് സോങ് ആയിട്ട് ഇത് പാടാറുണ്ട്. ഇത് നല്ല ഒരു തിരഞ്ഞെടുപ്പാണ് മോളെ. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു ഗുണം, ഇത് മാപ്പിളപ്പാട്ടിലെ എവരെയും ആകർഷിക്കുന്ന ഒരു ഈശലാണ് കെസ് ഈശലാണ്. അതൊന്ന് മാറ്റി, ഇപ്പോൾ ആകെ ചുറ്റലകത്തില എന്ന പാട്ടിൻ്റെ ഒക്കെ ഒരു ശൈലിയാണ്, പക്ഷെ അത് മാറ്റി ചിട്ടപ്പെടുത്തിയാണിത്. കെസ്സിനെ ജനങ്ങൾക്ക് ആകർഷിക്കുന്ന തരത്തിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഇത് ഈണം ചെയ്തതാണിത് പാട്ട്. പിന്നെ മോള് പാടിയതാണെങ്കിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതായത് 25ഓളം പ്രവാചകന്മാരെ ഈ പാട്ടിൽ പറയുന്നുണ്ട്, എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ? അവർ അതന്നെ നമ്മുടെ ഈ ലോകത്ത് 25ഓളം പ്രവാചകന്മാരെ പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ആളുകളിങ്ങനെ കേട്ടിരിക്കുന്നൊരു പാട്ടാണ്, ആ ശൈലിയാണ്. പിന്നെ നല്ല ഒരു അവതരണമാണ് ഫിദ. ഞങ്ങളിവിടെ പറയായിരുന്നു, ഫിദയുടെ പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഫിദയുടെ ഒരു പ്ലസ് പോയിന്റ്. ഇങ്ങനെ ഇപ്പോഴും ഒരു പ്ലഷർ മോഡുള്ള പാട്ടാണ് പാടാറുള്ളത്. ആ ഒരു സ്റ്റൈലാണ് അവതരിപ്പിക്കുകയും ചെയ്യാം. ഏതായാലും നന്നായി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഷാൻ സർ, വളരെ നല്ല സെലക്ഷൻ, അതുപോലെ തന്നെ വളരെ നല്ല സിംഗിങ്. മോള് പാടുന്നത് കേൾക്കാനും കാണാനും ഒക്കെ ഒരു രസമാണ്. പിന്നെ സിംഗിങ് വൈസ് ആ പാട്ടിന് കൊടുക്കേണ്ട ഡൈനാമിക്സ്, പിന്നെ കാരണം ഇത്രയും ലിറിക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോൾ എന്തായാലും നല്ലൊരു എഫേർട്ട് എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി എനിക്ക് ആ മൈക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് തോന്നി. ഫെയ്ഡ് ഔട്ടൊക്കെ നാച്ചുറൽ ഫെയ്ഡ് ഔട്ട് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. നന്നായിരുന്നു. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. രേണു ചേച്ചി, ഫിദ നന്നായിട്ട് പാടിയിട്ടോ മോളെ. താങ്ക് യു മാം. നല്ല സെലക്ഷൻ അത് തന്നെ. കാരണം ഒരുപാട് കാര്യങ്ങളല്ലേ മാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഒരു ട്രഡീഷണൽ ട്യൂണ്, മോള് നല്ല നല്ല എഫേർട്ട് തന്നെ. മോളിത് കോമ്പറ്റീഷന് എങ്ങനെ ഇല്ല പാടിയിട്ടില്ല, ഇതിന് വേണ്ടി തന്നെ മോള് പഠിച്ചു. അപ്പം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ അനുപല്ലവിയും ചരണമൊക്കെ ഒരു വന്നിട്ട് നിന്നിട്ട് എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ടല്ലോ. അതിലോരോ ചെറിയ സംഗതികളൊക്കെ പാടിയിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നതും വേറെ ഒരു നല്ല ഇതുണ്ടായിരുന്നു അത് കേൾക്കാൻ കേട്ടോ. 3 സ്ഥലത്തും അത് ഒരു മകാരം വെച്ചിട്ടും പിന്നെ ആ സംഗതികൾ ക്ലിയർ ആവണതും ഒക്കെ 2 സ്ഥലത്തും നന്നായിട്ട് മോള് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ ആ മൂവ്മെൻറ്റ്സും ഒക്കെ ഒരു നല്ല പ്ലസൻ്റാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നന്നായിരുന്നു മോളെ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു രേണു ചേച്ചി. ഉമ്മ സർ, നന്നായി പാടി. താങ്ക് യു സർ. നല്ല പ്ലാനിങ്ങോടുകൂടി പാടിയിട്ടുണ്ട്. തിരക്കുള്ള മസയില്ല, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കിനി മാർക്കാണ് ചോദിക്കാനുള്ളത്. എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞത് കുറഞ്ഞു പോയാലോ അല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. ഷാൻ സർ, 30ൽ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? അതിനു മുമ്പ് മോളിനി ആ ഒരു മൂവ്മെൻ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എല്ലാ പാട്ടിനും ഈ ഇടത്തോട്ട് നോക്കുക, വലത്തോട്ട് നോക്കുക, ഇടത്തോട്ട് നോക്കുക, വലത്തോട്ട് നോക്കുക, ആ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആകുന്നതുകൊണ്ട് എന്നോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ പരിപാടിയുള്ള ഫിദ ഉണ്ടല്ലോ, ആ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് പാടുന്ന കുട്ടി ആ ടേബിൾ ഫാനിനെ മാതിരി, ടേബിൾ ഫാൻ പോലെ. അപ്പോൾ ഇനി സ്റ്റെപ്പ് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചോട്ടെ. അപ്പം ഫിദ 27 out of 30. താങ്ക് യു സർ. ഓക്കെ, 30ൽ 27 മാർക്കാണ് ഷാൻ സാർ നൽകിയിരിക്കുന്നത്. രഹന ചേച്ചി, എനിക്കിഷ്ടമായ ഒരു കാര്യമുണ്ട്. മോൾ ആ എൻ്റെ ഒക്കെ ചെയ്യില്ലേ പല്ലവി, എൻ്റെ മൈക്ക് ഇങ്ങനെ ആ ലെവൽ
കറക്റ്റ് ആ പിച്ചിലൊക്കെ ഇങ്ങനെ പോകും. അത് ആ ഒരു മുളകിനെ തന്നെ ഇങ്ങനെ അത് ആരെങ്കിലും അങ്ങനെയൊക്കെ നോക്കി പഠിക്കുമോ അതോ അങ്ങനെ അല്ല, അതറിയാതെ വന്നോണേ. അറിയാതെ പോയത്. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയാണ് മോളെ. കാരണം ആ പിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എല്ലാം എൻ്റെ ചെയ്യണം അവിടെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. നല്ലതാണ് അത് കേട്ടോ. 27. താങ്ക് യു മാം. 27 30-ൽ 27 മാർക്ക്. താങ്ക് യു റഹന ചേച്ചി. ഫൈസൽ സർ? പല്ലവി എൻ്റെ ഇന്ന് സ്ഥലം പാടുന്നത് വലിയ ഇഷ്ടമാണ്. ഹവാ ബീവി അൻഹാർ റളിയല്ലാഹു എന്നുള്ള പോർഷൻ അത് മോള് പാടുന്ന പ്രത്യേക ഭംഗിയുണ്ട്. റളിയല്ലാഹു എന്ന് പറഞ്ഞ പോർഷൻ. അതെ, ഏതായാലും ഞാനും 27. 27 മാർക്ക്. 30-ൽ 27 മാർക്ക്. താങ്ക് യു ഫൈസൽ സർ. ഉമ്മർ സർ, 10-ൽ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? 8 മാർക്ക്. 10-ൽ 8 മാർക്കാണ് ഉമ്മർ സാറ് നൽകിയിരിക്കുന്നത്. അപ്പം ടോട്ടൽ സ്കോർ 100-ൽ 89 മാർക്ക്. കൺഗ്രാറ്റ്സ്, നല്ല മാർക്കാണ് അല്ലേ? ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ഇക്കാക്കയാണ്. ആഹാ, അത് ശരി. അപ്പം ഇക്കാക്കയ്ക്ക് ഒരു താങ്ക്സ് കൊടുക്കണ്ടേ? കൊടുക്കാം, കൊടുത്തോ? താങ്ക് യു കാക്ക. താങ്ക് യു ഇക്കാക്ക. അപ്പം ഞങ്ങളുടെ ബാക്കി ഒരു താങ്ക്സ് ഇക്കാക്കയ്ക്ക് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല നല്ല കമൻസൊക്കെ കേട്ട് അല്ലേ, പതിവ് പോലെ എല്ലാ പെർഫോമൻസും ഫിദക്കുട്ടിയുടെ അങ്ങനെയാണ്. നല്ല എൻജോയ് ചെയ്താണ്, എന്താണെങ്കിലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. സോങ് സെലക്ഷനും നന്നാവാറുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പെർഫോമൻസിലും ഇതുപോലെ തന്നെ നല്ല സോങ് സെലക്ട് ചെയ്യുക, എൻജോയ് ചെയ്ത് പാടുക, ഒപ്പം നല്ല മാർക്കും സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ.